കൊല്ലം ചെമ്മാമുക്കിലെ അനിലയുടെ കൊലപാതകം ആസൂത്രിതമെന്ന് പോലീസ്. ഭാര്യയെക്കുറിച്ചുള്ള സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. അനിലയെയും സുഹൃത്തിനെയും കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രതി പത്മരാജൻ വാഹനത്തിൽ പിന്തുടർന്ന് തീ കൊളുത്തുകയായിരുന്നു. സംഭവത്തിൽ പത്മരാജന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കുടുംബ പ്രശ്നവും സാമ്പത്തിക തർക്കവുമാണ് ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഏറെ നാളായി പ്രതി പത്മരാജനും കൊല്ലപ്പെട്ട അനിലയും തമ്മിൽ തർക്കങ്ങളുണ്ടായിരുന്നു. പത്മരാജൻ നൽകിയ പണം കൊണ്ട് അനില സുഹൃത്തുമായി ചേർന്ന് കടപ്പാക്കടയിൽ ബേക്കറി തുടങ്ങി. ഇത് ചോദ്യം ചെയ്ത കഴിഞ്ഞ ദിവസങ്ങളിലും വാക്കുതർക്കമായി. പിന്നാലെ ഇന്നലെ രാത്രിയോടെ അനിലയെ പിന്തുടർന്ന തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. തഴുത്തലയിലെ പമ്പിൽ നിന്ന് പ്രതി പത്മരാജൻ ഇതിനായി പെട്രോളും വാങ്ങി. വണ്ടി വന്ന് നേരെ വന്ന് ഇതിനെ ലെഫ്റ്റിലോട്ട് ഇടിക്കുകയായിരുന്നു. ഇടിച്ചിതിനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് അയാൾ അതിനകത്ത് എന്തോ ഒരു സാധനം എടുത്ത് ചീറഞ്ഞ് അത് ഞങ്ങൾ കണ്ടു. അപ്പോഴാണ് തീ ഇങ്ങനെ പെട്ടെന്ന് ഞാനിവന് കത്തിടാ എന്ന് വെച്ചാൽ വണ്ടി വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ കത്തുമില്ല. അപ്പോൾ എന്തോ ഒരു സാധനം എടുത്ത് ഒഴിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും കണ്ട്. അനിലയ്ക്കൊപ്പം കാറിലുണ്ടായിരുന്നത് സുഹൃത്തെന്ന് കരുതിയാണ് പ്രതി കൃത്യം ആസൂത്രണം ചെയ്തത്. എന്നാൽ കാറിലുണ്ടായിരുന്നത് ബേക്കറിയിലെ മറ്റൊരു ജീവനക്കാരനായിരുന്നു. ചോദ്യം ചെയ്യലിൽ കുറ്റം സംബന്ധിച്ച പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൊല്ലപ്പെട്ട അനിലയുടെ സുഹൃത്തിനെ വിളിച്ചുവരുത്തി മൊഴിയെടുത്തു. കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകമെന്നാണ് പോലീസ് എഫ്ഐആർ. കുറ്റബോധം ലവലേശമില്ലാതെ പ്രതി പത്മരാജൻ അത് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ അരുൺ എസ് ആറിനൊപ്പം MG പ്രതീഷ്, 24.